കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട നടൻ വിജയെ സിബിഐ വീണ്ടും ചോദ്യം ചെയ്തു. 7 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. കരൂരിലെ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് നടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി സിബിഐ വിളിപ്പിച്ചു. നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വിജയ്ക്ക് സിബിഐ സമൻസ് അയച്ചത്. ഇതേ തുടർന്നാണ് വിജയ് ഹാജരായത്. ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്ത് വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. 7 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 15 ദിവസത്തെ സമയം വിജയ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സിബിഐ നിരസിക്കുകയായിരുന്നു. കൂടാതെ ചെന്നൈയിലോ തമിഴ്നാട്ടിലെ മറ്റ് ഓഫീസുകളിലോ വെച്ച് ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും ഏജൻസി തള്ളി. ജനുവരി 12, 19 തീയതികളിൽ നടനെ ഏജൻസി ആസ്ഥാനത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ സിബിഐ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചില കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമായതിനാലാണ് നടനോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. 2025 സെപ്റ്റംബർ 27 തമിഴ്നാട്ടിലെ കരൂരിൽ വിജയുടെ റാലിക്കിടെ 41 പേർ കൊല്ലപ്പെടുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നിലവിൽ സിബിഐ ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അന്വേഷണം ഏറ്റെടുക്കാൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ സുപ്രീം കോടതി സിബിഐ ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ഏജൻസിയുടെ അന്വേഷണം നിരീക്ഷിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി അജയ് റസ്തോഗിയുടെ നേതൃത്വത്തിൽ ഒരു മേൽനോട്ട സമിതി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. നിശ്ചയിച്ചതിലും 7 മണിക്കൂറിലധികം വൈകി വിജയ് വേദിയിലേക്ക് എന്തുകൊണ്ടെത്തി? വലിയ ആൾക്കൂട്ടവും തിരക്കും മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ പ്രസംഗം എന്തിനു തുടർന്നു? തിരക്കൊഴിവാക്കിയ ആളുകളെ പിരിച്ചുവിടാൻ ഒരു പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ, സുപ്രധാനം എന്ന നിലയിലും വിജയ് എന്ത് നടപടി സ്വീകരിച്ചു? സംഭവത്തിന് ശേഷം എന്തുകൊണ്ടാണ് അടിയന്തരമായി ചെന്നൈയിലേക്ക് മടങ്ങിയത് എന്നീ കാര്യങ്ങളാണ് സിബിഐ പ്രധാനമായും അന്വേഷിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.